ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഒന്ന് രണ്ട് റഫറൻസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അത് നമുക്കെല്ലാവർക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രചോദനം ചെയ്യുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരു സൺഡേ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ വായിക്കുകയും പഠിക്കുകയും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന അതേ ഒരു ഭാഗമാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ആർക്കും ഒരു കുട്ടിത്വമായിട്ട് തോന്നരുത്. അത് നമ്മുടെ ഒരു ആത്മീക നിലവാരത്തിന്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറുവാൻ വേണ്ടിയുള്ള പ്രചോദനം നൽകുന്ന തിരുവെഴുത്തുകളാണെന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റെടുക്കുവാനുള്ള ഒരു മൂഡ് കൂടെ നമുക്ക് വേണം. 111 സങ്കീർത്തനം അതിന്റെ 11ാമത്തെ വാക്യം അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആർക്കെങ്കിലും അവിടെ ഒന്നെടുത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. പക്ഷെ മതി. ഓ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മോട് വിളിച്ചു പറയുമ്പോൾ അതിനെ ആ നിലവാരത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുവാനുള്ള ഒരു മാനസികമായ ഒരുക്കം നമുക്കുണ്ടാകണം. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അത് ക്രിയ ചെയ്യാൻ തുടങ്ങും. ക്രിയ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. ഞാൻ അത്ര പറയാനുള്ള കാരണം, ഏത് വിദ്യാഭ്യാസം ഉള്ള വ്യക്തിയാണെങ്കിലും ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു വ്യത്യസ്തമായ വിജ്ഞാനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. അതൊരു വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുവാൻ താല്പര്യപ്പെട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കത് പറയാൻ സാധിച്ചില്ല. പക്ഷെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ആ ഒരു ബൈബിൾ വേർഡ് പ്രസന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഒരു റെഫറൻസ് കൂടെ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു തലത്തെ കൂടെ അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 12ാം അധ്യായം 4ാമത്തെ വാക്യം. അത് ഞാൻ തന്നെ ഇവിടെ വായിക്കാം. നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. പലരും അതിനെ പരിശോധിക്കുകയും അതിൽ നിന്ന് ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ചലനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു സ്പർശനം നമുക്ക് അനുഭവിക്കാൻ ഇടയായിത്തീരണം. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായ നിലവാരത്തിൽ നമ്മൾ വിശുദ്ധ ബൈബിളിനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ ശ്രമിക്കുവാനുള്ള ആ ഒരു ഒരുക്കത്തോടുകൂടെ നമ്മൾ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ കൊച്ചു കുട്ടികളോടൊക്കെ ഇടപെടുന്നത് പോലെയുള്ള ഒരു ഇടപെടലൊക്കെ ആയിരുന്നു ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഞാൻ അങ്ങനെ ചെയ്യാനുള്ള കാരണം ബൈബിളിന്റെ ആദ്യത്തെ ഒരു പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി മുതലുള്ള ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സീരിയസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യക്ഷമതയോടു കൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം, ഈ റെഫറൻസ് ഒക്കെ വായിക്കാനൊക്കെ തുനിഞ്ഞത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുന്ന ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തി കാണിക്കുകയോ അല്ലെങ്കിൽ എനിക്കൊരു സിമ്പിൾ തരികയോ ചെയ്യണം. അപ്പൊ ഞാനത് ആവർത്തിച്ച് പറയാനോ അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനോ ഞാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. ആ പ്രതികരിച്ചതിന് നന്ദി. ഓക്കെ, അപ്പൊ നമ്മൾ വിശുദ്ധ ബൈബിളിന്റെ ആദ്യത്തെ ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മള് 66 പുസ്തകങ്ങളെ നമ്മള് അതിന്റെ പേര് ഒന്ന് പരിചയപ്പെട്ടു. അപ്പോൾ തന്നെ നമ്മൾ അതിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അതിനെ ഡിവൈഡ് ചെയ്ത് പഠിച്ചു. 2 വിഭാഗങ്ങളെ, അഥവാ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും നമ്മൾ 4 വിഭാഗങ്ങളാക്കി പഠിച്ചു. അതിന്റെ ഉപവിഭാഗങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിന്റെ ആ ഒരു സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോ 2 സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചു. അതിനെ നമ്മൾ വീണ്ടും ഓരോ സെക്ഷനെ 4 സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചു. അത് നമ്മൾ പഠനത്തിന്റെ എളുപ്പത്തിനും അതിന്റെ മറ്റു തലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ചെയ്തത്. ഓക്കെ, കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ പോകുന്നത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ള പഠനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഒത്തിരി വിശദീകരണങ്ങൾ കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു സബ്ജക്റ്റ് തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ് തന്നെ ഒരുപാട്
വിശദീകരണങ്ങളും പഠനങ്ങളും ആവശ്യമായിട്ട് നിൽക്കുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോകുക എന്ന് പറയുന്നത് ബൈബിളിനെ സംബന്ധിച്ചോളം, ബൈബിൾ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഈ ക്ലാസിന്റെ പരിമിതികൾ, സമയത്തിന്റെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഒത്തിരി മുന്നോട്ട് പോകാനും വിശദീകരിച്ച് മുന്നോട്ട് പോകുവാനും സാധ്യമല്ല. അപ്പൊ നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം നമ്മൾ തുടങ്ങുന്നത് തന്നെ വളരെ വ്യത്യസ്തമായ ഒരു നിലവാരത്തിലാണ് ബൈബിൾ തുടങ്ങുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന മറ്റേതെങ്കിലും ഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ബൈബിളിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതിന്റെ ആരംഭം തന്നെ, അതിന്റെ തുടക്കത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നിലവാരത്തിലാണ് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മള് പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥത്തിന്റെ ആ ഒരു മറ പറ്റിയാണ് നമ്മൾ പോകുന്നത്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെ 5 പുസ്തകങ്ങൾ മറ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പോകുന്നത്. പക്ഷെ അത് കവർ ചെയ്യാൻ ഒത്തിരി സമയം നമുക്ക് വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പൊ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് പ്രപഞ്ചത്തിന്റെ ആരംഭം, അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മറ്റു ജീവജാലങ്ങളുടെ ആരംഭം, ഇതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആരംഭങ്ങളുടെ പുസ്തകം എന്ന് തന്നെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തി എന്ന് പറയുന്ന ആ പുസ്തകത്തിന് അങ്ങനെ ഒരു പേര് കൊടുക്കാനുള്ള കാരണം അത് ആരംഭങ്ങളുടെ പുസ്തകമാണ്. അപ്പൊ എന്തിന്റെയൊക്കെ ആരംഭം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ ആരംഭം ഒന്ന്. പ്രപഞ്ചത്തിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ജീവജാലങ്ങളുടെ സൃഷ്ടിക്കും അത് അവിടെ അതിന്റെ ഒരു ആരംഭം അവിടെ കുറിക്കുന്നുണ്ട്. ഇനി അങ്ങനെ നമ്മൾ തുടർന്നുള്ള പഠനങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഒത്തിരി ആരംഭങ്ങളെ കുറിച്ച് തന്നെയാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ ആരംഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരത്തിന്റെ ആരംഭം, മനുഷ്യവർഗത്തിന്റെ സംസ്കാരത്തിന്റെ ആരംഭം, അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ആരംഭങ്ങൾ, ഇതെല്ലാം നമുക്ക് അവിടെ രാഷ്ട്രങ്ങളുടെ, നേഷൻസിന്റെ ആരംഭങ്ങൾ, അതുപോലെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ആരംഭങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്കെല്ലാം പരിചയമുള്ള ഭാഗങ്ങളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇത് ഇത്ര വിശേഷമായി വിശദീകരിക്കേണ്ടതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തന്നെ വിശദീകരിച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ ഒത്തിരി കാലങ്ങൾ എടുക്കും. അത് വിശദീകരിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ, പക്ഷെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഷോർട്ടായിട്ട്, അപ്പം ഈ കാലഘട്ടത്തിൽ ഇന്നും ബൈബിളിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രത്യേകിച്ച് യുക്തിവാദികള്, അതുപോലെ ശാസ്ത്രത്തിന്റെ ഭാഗത്തു നിന്ന് അവരുടെ പുരോഗതി വർദ്ധിക്കുന്നതോറും ബൈബിളിനെ ചോദ്യം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബൈബിള് എന്നും ഏത് ശാസ്ത്രത്തിന്റെയും ഏത് യുക്തിവാദത്തിന്റെയും അതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിലാണ് ബൈബിൾ നിൽക്കുന്നത്. കാരണം അത്ര ക്ലിയർ ആയിട്ടാണ് അതിന് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനൊരു കാരണം ബൈബിൾ പറയുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പത്തിയെ കുറിച്ച്, ആരംഭത്തെ കുറിച്ച് വളരെ കൃത്യമായ ഒരു അറിവാണ് ബൈബിളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമ്മൾ നേരെ ശാസ്ത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, യുക്തിവാദികളുടെ ഇടയിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ, അവരുടെയൊക്കെ വാദങ്ങൾ ഒരു പരിധി വരെ എത്തി നിന്നുകൊണ്ട് പിന്നെ അവിടെ സ്റ്റോപ്പായി നിൽക്കുകയാണ്. അവർക്ക് അതിനെ ബൈബിളിന്റെ ആധികാരികതയെ അവർ ചോദ്യം ചെയ്യുന്നത് പോലും അവർക്ക് കൃത്യമായിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള നിലവാരത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ശാസ്ത്രത്തിന്റെ പുരോഗതി ഈ ഒരു നിലവാരത്തിൽ എത്തി നിന്നിട്ടും ശാസ്ത്രത്തിന് പോലും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കണ്ടുപിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ശാസ്ത്രലോകം ഒരുപാട് വ്യത്യസ്തമായ നിലവാരത്തിലൊക്കെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ റിസൾട്ട് കിട്ടുവാനും ഒക്കെ അവർ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ പരിശ്രമങ്ങളല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസൾട്ട് എന്ന് പറയുമ്പം അവർ ഏറ്റവും ഈ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ബിഗ് ബാങ് തിയറി. അത് നമുക്ക് നന്നായിട്ട് അറിയാം. ആ ബിഗ് ബാങ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ആശയങ്ങൾ അവരെത്തി നിൽക്കുന്ന നിഗമനം എന്ന് പറയുന്നത് ഒരു സൃഷ്ടപ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പരാജയം എന്ന് പറയുന്നത്. ഒത്തിരി പേര് അത് ട്രൈ ചെയ്ത് നോക്കി, അതിന്റെ ഉൽപ്പത്തി കണ്ടുപിടിക്കാൻ വേണ്ടി ഒത്തിരി പേര് അത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ അവർക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ പറയുന്ന ഒരു വിശദീകരണം
നമ്മുടെ ഗാലക്സികളൊക്കെ അകന്നകന്ന് സഞ്ചരിക്കുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് അവരെത്തുമ്പോൾ, അങ്ങനെ അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അവർ കുറെ യാത്ര ചെയ്തു എന്നാ പറയുന്നത്. അതിന്റെ പുറകേക്ക് ഒത്തിരി ഒരു നിരീക്ഷണങ്ങൾ നടത്തി. പക്ഷെ ആ ഭാഗത്തു നിന്നും അവർക്ക് സൃഷ്ടിപ്പിന്റെ ഉൽപ്പത്തിയെ കുറിച്ചോ ആരംഭത്തെ കുറിച്ചോ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പൊ പിന്നീട് അവർ ചെയ്ത മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ നേരെ റിവേഴ്സിൽ സഞ്ചരിച്ചു. റിവേഴ്സിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് സംഭവിച്ചത് അവരൊരു ബിന്ദുവിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ ആ ബിന്ദുവിലേക്ക് എത്തിച്ചേർന്നിട്ട് ആ ബിന്ദുവിന്റെ ഉത്ഭവം എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ആധികാരികമായിട്ട് പറയുവാനോ മറ്റു കാര്യങ്ങൾക്കോ അവർക്ക് സാധിക്കുന്നില്ല എന്ന ഒരു വലിയ പരാജയമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായ വശങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഞാൻ അത്രയും പറഞ്ഞതിന്റെ കാര്യം, ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഒന്നാമത്തെ വേർഡിൽ തന്നെ അല്ലെങ്കിൽ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ വളരെ വിശാലമായൊരു പഠനം നമുക്ക് ആവശ്യമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അത്രയൊന്നും മുന്നോട്ട് പോകാനൊന്നും നമുക്ക് പറ്റില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു ചെറിയൊരു ക്ലൂ മാത്രം ഞാൻ ആ ഭാഗത്ത് തരികയാണ്. പിന്നെ നമുക്ക് ഇനി ഓരോ ബുക്ക് വഴിയായിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടെ എളുപ്പം. ഷാജി ബ്രദർ, നമ്മൾ നോട്ട് ഇവർക്ക് കൊടുക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മിനി സിസ്റ്റർ അത് എന്താ ചെയ്തിരിക്കുന്നത്? ഇതിന് നോട്ട് ഒന്നുമില്ലേ? അന്ന് അവിടെ കാണുന്നാണല്ലോ പറഞ്ഞേ. ഈ വിഷയം നമ്മൾ അന്ന് എക്സ്പോ കൊടുത്തിട്ടില്ലല്ലോ. അല്ല, നമ്മുടെ പഴയ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ നോട്ട് നമ്മളവിടെ നമ്മുടെ സ്റ്റുഡൻസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഇല്ല, നമ്മളിപ്പോ 2 ദിവസം മുന്നേ നടത്തിയില്ലേ ക്ലാസ്? 2 ദിവസം മുന്നേ നടത്തിയില്ലേ? അതിന് നോട്ട് ഉണ്ടാവുള്ളൂ. എന്താണ്? നമ്മള് 2-3 വർഷം മുന്നേ ഒരു ക്ലാസ് നടത്തിയില്ലേ? ആ നോട്ടാണല്ലോ നമുക്ക് വേണ്ടത്. അതാ വേണ്ടത്. ബൈബിൾ സർവേ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടില്ലേ, നമ്മുടെ കൈവശം തന്നെയാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഇവിടെ എത്തിക്കാൻ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, ഞാൻ സ്കാൻ ചെയ്ത് ഞാൻ PDF ആക്കി മാറ്റാം. ഓക്കെ, വളരെ വളരെ നല്ലതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനിയിപ്പോ ഓരോ ബുക്കിൽ നിന്ന് നമ്മള് ഓരോ 66 പുസ്തകങ്ങളും നമ്മൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ നമ്മള് പേഴ്സണൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ഡീറ്റെയിൽ തരാം. അപ്പോ അത് നോട്ട് കൈ കിട്ടാതെ ഞാനത് പറയുന്നത് ശരിയല്ല, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനകത്തൊന്നും നമ്മള് ഒരു ബാലപാഠം എന്നുള്ള നിലവാരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗ്രന്ഥങ്ങളും ആര് എഴുതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആരാണ് ഈ ഗ്രന്ഥം എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, അത് ആർക്ക് വേണ്ടിയാണ് എഴുതിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ സ്റ്റഡി നമ്മൾ നടത്തണം. അതിനകത്ത് നമുക്ക് കിട്ടും, നമ്മുടെ നോട്ടിനകത്ത് നമുക്ക് കിട്ടും. അടുത്തത്, എഴുതിയ കാലം, ഏത് കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയത്, അത് എവിടെ വെച്ച് എഴുതി, അതിനു വേണ്ടി എടുത്ത കാലഘട്ടം, അത് എഴുതുവാൻ വേണ്ടി എടുത്ത കാലഘട്ടം. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സർവേയിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓരോ ഗ്രന്ഥങ്ങൾക്കും 66 ഗ്രന്ഥങ്ങളിൽ ഓരോ ഗ്രന്ഥങ്ങൾ നമ്മൾ എടുത്ത് പഠിക്കുമ്പോഴും അതിന് വിശിഷ്ടമായ ഒരു പർട്ടിക്കുലർ ഭാഗം ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മർമ്മപ്രധാനമായ ഒരു ഭാഗം ഉണ്ടാകും. ആ ഒരു ഭാഗത്തെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടാണ് ഞാൻ തരുന്നത്. അപ്പൊ നിങ്ങളത് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ഒരു ഹോംവർക്ക് പോലെ ഒരു A4 ഷീറ്റിൽ നിങ്ങളത് നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടുകളിൽ നിന്ന് ഒരു A4 ഷീറ്റിൽ അത് നിങ്ങൾ എഴുതാൻ തയ്യാറാകണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ, ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ താഴെ ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അത് എവിടെ വെച്ച് എഴുതി എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് നേരെ കൊടുത്ത് അതിന്റെ സാധ്യതകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. നമുക്ക് നോട്ടിനകത്ത് ഏകദേശം ഒരു 17-18 കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. പക്ഷെ അത് മുഴുവനും നമ്മൾ എഴുതണ്ട. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമുക്ക് എഴുതിയാൽ മതി. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയാൽ മതി. അത് ഒന്ന് എഴുതി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് ലഭിക്കണം. അതെനിക്കൊരു ആൻസർ തരാവോ, പ്രതികരിക്കാവോ? അതങ്ങനെ ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ ഒരു ആവശ്യമായിട്ട് നമ്മളത് പരിഗണിക്കണം. ഓക്കെ, അതൊരു ഹോംവർക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. 66 പുസ്തകങ്ങളിലൂടെ നമ്മൾ ഒരു ചെറിയ തോതിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മളത് പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്, സർവേ ആയതുകൊണ്ട്. ഓക്കെ,
അപ്പൊ ഞാൻ ആ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെ നോട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ കൂട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലവാരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് തലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ നടത്തണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ പുസ്തകങ്ങളുടെ അതിന്റെ അധ്യായം നമ്മൾ തിരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എവിടൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ കിടക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി അതിനെക്കുറിച്ചുള്ള ഒരു പഠനം അതിന്റെ ഏറ്റവും ആദ്യത്തെ ചില അധ്യായങ്ങളിലാണ് നമുക്കത് കാണാൻ സാധിക്കുക. 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലും സൃഷ്ടിപ്പിനെ കുറിച്ചും അതുമായി ആരംഭങ്ങളെ കുറിച്ചുള്ള സംഭവങ്ങളെ കുറിച്ചാണ് നമുക്ക് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിനകത്ത് ഒത്തിരി ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ പ്രധാനമായിട്ട് അതിന്റെ പ്രമേയം എന്ന് പറയുന്നത് എന്താണ്? ആരംഭങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ നോട്ട് കുറിക്കുന്നവരുണ്ടോ അതിനകത്ത്? മെയിൻ പോയിന്റ് കുറിക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ബൈബിളിന്റെ ആ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റു ഒരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു പ്രത്യേകതയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് ബൈബിൾ ആരംഭിക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര ശ്രേഷ്ഠമായിട്ടുള്ള നിലവാരത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അതിന്റെ അനന്തമായിട്ടുള്ള ആ ഒരു വിശാലത എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാഴ്ചപ്പാടോടുകൂടെ കാണേണ്ടതല്ല. ശാസ്ത്രലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ സ്റ്റേജ് നമുക്കറിയാം. അവരൊക്കെ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഓരോ ശാസ്ത്രലോകം ഓരോ പ്രാവശ്യം പരീക്ഷണങ്ങൾ നടത്തുമ്പോഴും ബൈബിളിന്റെ ആധികാരികതയെ അവര് മുൻനിർത്തിക്കൊണ്ട് പോകുന്നു. അവരറിയാതെ തന്നെ അതിനെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പറയാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വർഷം അതിന്റെ പറയാൻ പറ്റും? അതിന് കണക്കിൽ ആദിയിൽ എന്ന് പറയുന്ന വർഷങ്ങൾക്ക് കണക്കിൽ. അതുകൊണ്ടാണ് മില്യൺ വർഷങ്ങളുടെ കണക്കുകൾ നമുക്കിവിടെ വരുന്നത്. ആദിയിൽ എന്ന് പറയുന്ന അതിന് എത്ര നമുക്ക് പുറകോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ആർക്കുമില്ല, ശാസ്ത്രലോകത്തിന് പോലുമില്ല. ശാസ്ത്രത്തിലെ എത്ര വർഷത്തെ പഴക്കത്തിൽ ഒരു പറയുന്നുണ്ട്, ശാസ്ത്രം പറയുന്നുണ്ട്. അവർക്ക് വർഷങ്ങളൊന്നും പറയാനില്ല, ശാസ്ത്രത്തിന് പറയാനൊന്നുമില്ല. അവർക്ക് ഇതിന്റെ തുടക്കം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർഷം കണ്ടുപിടിക്കാമായിരുന്നു. ആരംഭത്തിന്റെ വർഷം കണ്ടുപിടിക്കാമായിരുന്നു. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ 90-ാം സങ്കീർത്തനത്തിലൊക്കെ മോശ പറയുന്ന ചില വസ്തുതകളെ കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പൊ അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അപ്പൊ ശാസ്ത്രലോകത്തെക്കാട്ടിലും ഏറ്റവും വിശ്വസനീയമായ പ്രസ്താവനയാണ് ബൈബിൾ നൽകി തരുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആ ചരിത്രം വിശുദ്ധ ബൈബിൾ അത് വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിന്റെ തുടക്കത്തെ കുറിച്ചും മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം, 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഉൽപ്പത്തി പുസ്തകം, അതിന്റെ ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും അതിന്റെ പുറം കവറായിട്ടാണ് ഞാൻ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, പുറം ചട്ടയല്ല, പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു പുറം കവറായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന്റെ കാരണമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അതിന്റെ എൻഡിനെ കുറിച്ചാണ് പറയുന്നത്, അവസാനത്തെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് തന്നെ 66 പുസ്തകങ്ങളെ നിലനിർത്തുവാൻ അതിന്റെ കവചമായിട്ട് നിൽക്കുന്ന 2 പുസ്തകങ്ങളാണ് ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും. ഓക്കെ, നമ്മുടെ പഠനത്തിന്റെ ഭാഗമല്ല, പക്ഷെ എങ്കിൽ പോലും ഞാനത് ജസ്റ്റ് ഒറ്റ വാക്കിൽ പറഞ്ഞു പോയി എന്ന് മാത്രം. അപ്പൊ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ കാര്യക്ഷമമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മള് നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിന്റെ ആ ശ്രേഷ്ഠമായ അവസ്ഥയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാനും നിങ്ങളും
ഓരോ ഭക്ഷണം, അതുപോലെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്കത് ബോധ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞു? മാത്രമല്ല, മണ്ണുകൊണ്ടും മെനഞ്ഞ മനുഷ്യനെ മണ്ണിൽ നിന്നുള്ള ഘടകങ്ങൾ തന്നെയാണ് അവന്റെ ഭക്ഷണമായിട്ട് അവനിരിക്കുന്നത്. അപ്പൊ മണ്ണിലുള്ള ഘടകങ്ങൾ മുഴുവനും ഒരു മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. ആ ശരീരം പരിപോഷിപ്പിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ മണ്ണിലുള്ള ഘടകങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ദൈവം അവിടെ ചെയ്ത ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അതിന്റെ തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഭവമുണ്ട്. ഭൂമിയിലെ സസ്യങ്ങളൊക്കെയും മനുഷ്യർക്ക് ഭക്ഷണത്തിനായി വേണ്ടി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അത് മണ്ണ് തിന്നാതിരിക്കാൻ വേണ്ടി സസ്യങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ടും മറ്റ് ഇതര സംഭവങ്ങളൊക്കെ ആയിട്ട് ദൈവം നമുക്ക് അങ്ങനെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മുടെ സാധാരണ നിലവാരത്തിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ പോലും നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഓക്കെ, പിന്നെ അതിനുശേഷം ബൈബിൾ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു വലിയ സംഭവമാണ് ജലപ്രളയം എന്ന് പറയുന്നത്. വളരെ ആധികാരികമായിട്ട് ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമാണ് ജലപ്രളയം എന്ന് പറയുന്നത്. ജലപ്രളയത്തിന് ശേഷം മനുഷ്യർക്കുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങളും ദൈവികമായിട്ടുള്ള ഇടപെടലുകളും ഒക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 6-ാം അധ്യായത്തോടുകൂടെ ജലപ്രളയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാബേൽ ഗോപുരം അഥവാ മനുഷ്യവർഗത്തിന്റെ ഭാഷ, ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിൽ മുഴുവനും വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഷകളൊക്കെ എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഈ ഒരു ഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്ര വിശദീകരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. ഇതിനെ അധികരിച്ചാണ് മിക്കവാറും മറ്റെല്ലാ ഗ്രന്ഥങ്ങളും രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. അപ്പൊ ബൈബിളിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ പരിശോധനയ്ക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഇതിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ 111-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, ഒത്തിരി റെഫറൻസുകളുണ്ട്, പക്ഷെ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. 111-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും പര്യാപ്തമായ ഒരു വ്യത്യസ്തമായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതിലെ ചെറിയൊരു പർട്ടിക്കുലർ ഭാഗം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടി വരും. വളരെ ചുരുക്കമായിട്ടാണ് ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് ഒരു ഒറ്റ വേർഡുകളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വിശാലത ഭയങ്കരമാണ്. ഓക്കെ, അപ്പോ 6-ാം അധ്യായത്തിൽ നമ്മള് ജലപ്രളയത്തെ കുറിച്ച് കാണുന്നു. അനന്തരം ജനാവലികൾ, വംശാവലികളൊക്കെ ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ മനുഷ്യവർഗം ഭൂമിയിൽ പരക്കുന്ന ആ ഒരു സംഭവ വികാസത്തെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് 10-ാം അധ്യായത്തിലൊക്കെ പറഞ്ഞിരിക്കുന്ന ബാബേൽ ഗോപുരം എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരണങ്ങൾ ആവശ്യമാണ്, പക്ഷെ വിശദീകരിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അപ്പൊ ജലപ്രളയത്തിന് ശേഷം മനുഷ്യർ പെരുകുന്നു, അവര് ലോകത്തിന്റെ ഭൂമിയുടെ ഭാഗങ്ങളിൽ അത് നിറഞ്ഞു വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ബൈബിൾ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആധികാരികമായിട്ട് പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എന്ന് പറയുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ പേര് ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ട് വിശുദ്ധ ബൈബിളിനകത്ത് നമ്മൾ പരിഗണിക്കുന്ന പൂർവ്വപിതാക്കന്മാരുടെ പേര് ആർക്കെങ്കിലും പറയാമോ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. യെസ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരെയാണ് നമ്മള് പൂർവ്വപിതാക്കന്മാരായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതിനു മുൻപ് ജനങ്ങളില്ലാതിരുന്നിട്ടല്ല, അബ്രഹാമിന്റെ തിരഞ്ഞെടുപ്പോടുകൂടി വിളിയോടുകൂടിയാണ് ആ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പഠിക്കുമ്പോ നമ്മൾ നേരത്തെ ജലപ്രളയത്തെ കുറിച്ചും ബാബേൽ ഗോപുരത്തെ കുറിച്ചും ഒക്കെ നമ്മൾ ചെറിയ തോതിലൊന്നും നമ്മൾ ടച്ച് ചെയ്തു പോയി. അപ്പോ ഈ ഭൂമിയിൽ ഉടലെടുത്ത സംസ്കാരങ്ങളിൽ ഏറ്റവും പുരാതനമായ സംസ്കാരം ഇന്ന് ലോകം മുഴുവനും പ്രൂവ് ചെയ്തിട്ടുള്ളത് മെസപ്പൊത്തോമിയൻ സംസ്കാരമാണ്. അതിനപ്പുറത്തേക്ക് ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്കെങ്കിലും അതിനകത്ത് മറ്റൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയുന്നത് നന്നായിരിക്കും. ഇന്ന് ലോകത്തില്
മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും പുരാതനമായ സംസ്കാരം, നാഗരികത എന്ന് പറയുന്നത് അത് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ രാജ്യത്തിന്റെ ഏതായിരിക്കും ആ രാജ്യം? മെസൊപ്പൊട്ടേമിയ. അതായത് അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദികളുടെ ഇടയിൽ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ്. ഇനി അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി വിശദീകരണങ്ങൾ വേണം. പക്ഷെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ജലപ്രളയത്തിന് ശേഷം നോഹ ഉണ്ടാക്കിയ പെട്ടകം, നോഹയും നോഹത്തിന്റെ കുടുംബവും അന്ന് അതിനകത്ത് കയറിയ മറ്റ് ജീവജാലങ്ങൾ സഞ്ചരിച്ച ആ പെട്ടകം എവിടെയാണ് ഉറച്ചതെന്ന് അറിയാമോ? എവിടെയാണ് നിന്നെന്നറിയാമോ? അരാരാത്ത് പർവ്വതത്തിലാണ് ഉറച്ചത്. അരാരാത്ത് പർവ്വതം എന്ന് പറയുന്നത് ഏത് ഭൂപ്രദേശത്താണെന്നറിയാമോ? ഏത് രാജ്യത്താണെന്നറിയാമോ? അറിയാവുന്നവരുണ്ടെങ്കിൽ പറയാം, ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല. പക്ഷെ അരാരാത്ത് പർവ്വതം ഏത് ഭൂപ്രദേശത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണ് നിൽക്കുന്നത്? തുർക്കിയിലാണ് അത് നിൽക്കുന്നത്. തുർക്കിയിലാണ് ഈ അരാരാത്ത് പർവ്വതം നിൽക്കുന്നത്, അഥവാ നോഹയുടെ പെട്ടകം ഉറച്ച സ്ഥലം നിൽക്കുന്നത്. ഈ അരാരാത്ത് പർവ്വതത്തിൽ അവര് ഉറച്ചതിന് ശേഷം അവിടുത്തെ വെള്ളം വറ്റി ആ ചരിത്രമൊക്കെ നമുക്ക് ബൈബിളിനകത്ത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തേക്ക് ഇറങ്ങി അവരുടെ വംശാവലികൾ വർദ്ധിച്ചു വന്നു. അവരുടെ അത് വായിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അവര് ഹാം, ഷേം, യാഫെത്ത് ഇങ്ങനെ 3 മക്കളായിരുന്നു അവർക്ക്, നോഹയ്ക്ക്. ആ 3 മക്കളിൽ നിന്ന് 3 വ്യത്യസ്തമായ ശൃംഖലകളായിട്ട് ലോകത്തിൽ ജനങ്ങൾ പരക്കുകയായിരുന്നു. അതാണ് അതിന്റെ ചരിത്രം. നമുക്ക് ബൈബിളിന്റെ ആധികാരികമായിട്ടുള്ള ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈബിളിന്റെ പുറത്തുനിന്ന് അന്വേഷിച്ചാൽ പോലും നമുക്ക് വേറെ എവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർ ഈ അരാരാത്ത് പർവ്വതത്തിൽ നിന്ന് അവർ താഴോട്ട് ഇറങ്ങി പിന്നെ അവർ കിഴക്കോട്ട് സഞ്ചരിച്ചു എന്ന് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ. അരാരാത്ത് പർവ്വതത്തിൽ നിന്ന്, പെട്ടകത്തിൽ നിന്ന് ജനങ്ങൾ ഇറങ്ങി, നോഹയും കുടുംബവും അതിനകത്ത് നിന്ന് ഇറങ്ങി ഹാം, ഷേം, യാഫത്ത് എന്ന് പറയുന്ന 3 മക്കളിലൂടെ പിന്നീടുള്ള വംശപരമ്പരകൾ ഉണ്ടായി. അവർ താഴോട്ട് ഇറങ്ങി അവർ കിഴക്കോട്ട് സഞ്ചരിച്ചു വരുന്ന വഴിക്കാണ് അവര് ഈ സമതല ഭൂമി കാണുന്നത്, അഥവാ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ ഒരു വ്യത്യസ്ത ഭൂപ്രദേശം അവർ കാണുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും അവിടെ തമ്പടിച്ചു എന്നുള്ളതാണ്. അവരുടെ യാത്ര അവിടെ തമ്പടിച്ചു എന്നുള്ളതാണ്. ഓക്കെ, വിനോദ് ബ്രദർ എന്തോ പറയുന്നുണ്ട്. ആരും എന്തോ പറഞ്ഞല്ലോ. ഇല്ല, ആരൊന്നും പറഞ്ഞില്ല. ഓക്കെ. അപ്പോ യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന് പറയുന്ന 2 മഹാനദികൾക്കിടയിലാണ് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 4 നദികളെ കുറിച്ച് പറയുന്നുണ്ട്. പീശോൻ, ഗീഹോൻ, ഫ്രാത്ത്, ഒന്നും കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും പറയാവോ? പെട്ടെന്ന് മെമ്മറിയിൽ നിന്ന് പോയി കിട്ടിയത്. 4 നദികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ 2 നദികളും ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു 2 നദികളെ കുറിച്ച് അവ്യക്തമായ അറിവുകളാണ് ഉള്ളത്. അത് പൂർണ്ണ താങ്ക് യു മിനി സിസ്റ്റർ. വളരെ നന്ദി. ജോബ് സിസ്റ്ററാണോ പറഞ്ഞേ? ഓക്കെ, വളരെ നന്ദി. അങ്ങനെ 4 നദികൾ. അതില് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് 2 നദികൾ. യൂഫ്രട്ടീസ് എന്ന് പറയുന്നത് അങ്ങനെ 2 നദികളുടെ നിലനിൽപ്പാണ് ഇന്നുള്ളത്. ആ 2 നദികൾക്കിടയിലാണ് മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രദേശം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്നാണ് മനുഷ്യവർഗത്തിന്റെ സാംസ്കാരികമായ നിലവാരത്തിലേക്ക് മനുഷ്യൻ ഉയർന്നു വന്നത് എന്ന് ബൈബിൾ മാത്രമല്ല പറയുന്നത്. ബൈബിൾ പറഞ്ഞതിന് ശേഷം ഈ കാലഘട്ടത്തിലെ ഗവേഷകന്മാര്, ശാസ്ത്രജ്ഞന്മാര് അവരെല്ലാം അതിനെക്കുറിച്ച് പ്രൂവ് ചെയ്യുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു സംസ്കാരം മെസൊപ്പൊട്ടേമിയൻ സംസ്കാരമായിരുന്നു എന്നുള്ളത്. ആ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽപ്പെട്ട മറ്റൊരു വ്യക്തിയായിരുന്നു അബ്രഹാം. ഞാൻ അബ്രഹാമിന്റെ ഹിസ്റ്ററി പറയുമ്പോഴാണ് മെസൊപ്പൊട്ടേമിയയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നത്.
ഓക്കെ, ഇത് അതിന്റെ ഒരു ഭൗമ പശ്ചാത്തലം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭൂമിശാസ്ത്രം എന്നൊക്കെ പറയുന്നത് മധ്യപൂർവ്വ ഏഷ്യയിലെ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മെസൊപ്പൊട്ടേമിയ. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആണ് പറയുന്നത്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധുനിക ഇറാഖിന്റെ, അതായത് ഇന്നത്തെ ഇറാഖിന്റെ ഭൂരിഭാഗവും ആ ഒരു ഏരിയ, മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗവും സിറിയയുടെ വടക്ക് ഭാഗം, വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ, അത് നമുക്ക് മാപ്പ് എടുത്ത് വെച്ചാൽ പഠിച്ചാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മള് മറ്റു ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ മാപ്പ് ഞാൻ എല്ലാവരോടും സംഘടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപക്ഷെ നമുക്ക് തോന്നും ബൈബിളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മാപ്പൊക്കെ എടുത്ത് വെച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ ശരിയാണ് പഠിച്ചാൽ, അതാ ഞാൻ പറഞ്ഞത്, ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സകല വിജ്ഞാനവും നമുക്ക് ലഭിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. നമ്മ എല്ലാ മേഖലയിലൂടെ നമുക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ ആധുനിക ഇറാഖിന്റെ ഭൂരിഭാഗവും സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങള്, ഇറാന്റെ തെക്കൻ പ്രദേശങ്ങളും ഒക്കെ ഈ ഒരു മെസൊപ്പൊട്ടേമിയയുടെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. ഓക്കെ, അതിന്റെ മറ്റൊരു വശം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉടലെടുത്തിട്ടുള്ള മറ്റ് സംസ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞാൽ സുമേരിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, അസീറിയൻ സംസ്കാരം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സംസ്കാരങ്ങൾക്ക് ഉടലെടുത്ത ഒരു ഭൂപ്രദേശമാണ് മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്നത്. അതിന്റെ പരിസരങ്ങളിൽ നിന്നാണ്. അതിന് കാരണം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. ഇങ്ങനെ പോയാൽ നമുക്ക് ഒരിക്കലും ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അല്പമെങ്കിലും പറയാതെ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പോ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാനുള്ള കാരണം അവർ കൃഷിക്ക് മുൻതൂക്കം കൊടുത്തു. കാരണം അരാരാത്ത് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം വേണം. അവർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. കൃഷി ചെയ്യുവാൻ ഏറ്റവും വളരെ സുപ്രധാനം, അത് അനുകൂലമായ സാഹചര്യങ്ങൾ ലഭിക്കുന്ന സ്ഥലങ്ങളായിരുന്നു മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്ന് കൃഷി ഡെവലപ്പ് ചെയ്തു. കൃഷി ഡെവലപ്പ് ചെയ്തപ്പോൾ അവർക്ക് മറ്റൊരു കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. കൃഷിക്ക് ആവശ്യമായ മറ്റ് ആവശ്യങ്ങൾ കൂടെ നടത്തേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. ഇങ്ങനെയാണ് സാംസ്കാരികമായി അവര് വളർന്നു വന്നത്, ഒരു ജനത വളർന്നു വന്നത്. അപ്പം അതായത് ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് ശാസ്ത്രത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ബൈബിളിനകത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്ന, അപ്പൊ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് ഞാൻ ചോദിച്ചു. പൂർവ്വപിതാക്കന്മാരുടെ പേര് ഷാജു ബ്രദറോട് പറഞ്ഞു. ആർക്കെങ്കിലും മറ്റൊരാൾക്ക് ആർക്കെങ്കിലും പറയാമോ? അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. ഓക്കെ, ഇവരാണ് പൂർവ്വപിതാക്കന്മാർ എന്നുള്ള നിലവാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് യാക്കോബിൽ നിന്ന് ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിൽ നിന്ന് നമുക്ക് 12 ഗോത്രങ്ങളൊക്കെ ലഭിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിന്റെ ഏറ്റവും ഒടുവിലത്തെ പേജുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഭൂപ്രദേശങ്ങളെ കുറിച്ചൊക്കെ ചെറിയൊരു ധാരണ നമുക്ക് അവിടെ നിന്ന് ലഭിക്കും. അതൊക്കെ നമ്മൾ വളരെ നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. അവിടെ അബ്രഹാം പ്രയാണം ചെയ്ത ഒരു മാപ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിള് സത്യവേദ പുസ്തകം പോലെയുള്ള ഒരു ബൈബിൾ ആണെങ്കിൽ മിക്കവാറും അതിന്റെ ഏറ്റവും പുറകിലുള്ള ഒരു 3-4 പേജ്, ആ പേജിനകത്ത് അന്ന് ഭൂപ്രദേശത്തെ കുറിച്ചുള്ള ഒരു ചെറിയ മാപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് അബ്രഹാം പ്രയാണം ചെയ്ത സ്ഥലങ്ങളെ കുറിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കാലത്തുള്ള പാലസ്തീൻ നാടിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഭൂപ്രദേശത്തെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ പൗലോസ് യാത്ര ചെയ്ത, സുവിശേഷ പ്രവർത്തനം ചെയ്ത ആ മാപ്പിനെ കുറിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബൈബിളിന്റെ ഒരു രീതിയെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കൊണ്ട് സാധിക്കും. അപ്പോൾ ബൈബിളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം നിരത്തി വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നത് പോലെ വേറെ ഒരു ലെവലല്ല. ശരിക്കും നമ്മൾ ഇങ്ങനെ തന്നെ നമ്മൾ പോകണം. അർത്ഥമിട്ട് നിരത്തി പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ബൈബിൾ സ്റ്റഡി പൂർത്തിയാകുന്നത്. പൂർത്തിയാക്കാൻ ഒരിക്കലും സാധ്യമല്ല. അത്രമാത്രം വിശാലമായ വിഷയങ്ങളാണ് ബൈബിളിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ പൂർവ്വപിതാക്കന്മാർ അവിടെ നിന്ന് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ വംശാവലികളെ കുറിച്ചൊക്കെ നമുക്ക് കാണും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കത് ബുദ്ധിമുട്ടാണ്, പറയാനും പഠിക്കാനൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് ആ വംശാവലികൾ കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ബൈബിളിന്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ വായിക്കുമ്പോൾ വംശാവലികൾ എഴുതി വെച്ചിരിക്കുന്നത്? ഇന്നാരെ ജനിപ്പിച്ചു, ഇന്നാരെ ജനിപ്പിച്ചു എന്നൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിലവാരത്തിൽ അന്നത്തെ കാലക്കണക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് എഴുതി വെച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും വളരെ കൃത്യമായിട്ട് വംശാവലികൾ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തു ഏത് വംശാവലിയിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, ഞാനിവിടെ ഒരു മെസ്സേജിന് തുനിയുന്നതല്ല, പക്ഷെ ആ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ ഇതുകൂടെ പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മള് വംശാവലികളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തണം. കഴിയുമെങ്കിൽ നരവംശാസ്ത്രം തന്നെ നമ്മൾ പഠിക്കണം. അത്രയും വ്യത്യസ്തമായിട്ട് ഡോക്ടർ ബാബു പോളിന്റെ ആ പുസ്തകങ്ങളിലൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് കുറച്ചൊക്കെ നമുക്ക് ലഭിക്കും. അതുപോലെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ PhD എടുത്തിട്ടുള്ള ആളുകളൊക്കെ വളരെ കൃത്യമായിട്ട് യഹൂദന്മാരുടെ യാത്രകളെ കുറിച്ച്, അവരുടെ മറ്റ് പല പാലായനങ്ങളെ കുറിച്ച്, അവരുടെ മറ്റ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് ബുക്ക് സ്റ്റോളുകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. അതൊക്കെ വായിച്ച് നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും കുറേയൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ല. എന്താണ് ബൈബിൾ എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതും കൂടെ നമുക്ക് ഒരു സപ്പോർട്ടിന് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പൂർവ്വപിതാക്കന്മാരെ കുറിച്ചുള്ള പഠനം, അതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വംശാവലികളെ കുറിച്ചുള്ള പഠനം, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമ്മള് സംസ്കാരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ പൊതുവിജ്ഞാനങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് കൂടെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പൊ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്കാരമാണ് മെസൊപ്പൊത്തോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സംസ്കാരം, അതുപോലെ ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ നോട്ട് നിങ്ങൾക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ അതിനകത്ത് സൂചനകൾ കൊടുത്തിട്ടുണ്ട്, ഈ കാര്യത്തെക്കുറിച്ചുള്ള സൂചനകൾ. പിന്നെ നിങ്ങൾക്ക് അതിന്റെ എവിഡൻസ് ഒക്കെ നിങ്ങൾക്ക് പിന്നെ തപ്പിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ കാര്യക്ഷമമായിട്ട് പഠിക്കുവാനുള്ള ഒരു ശ്രമം നടത്തണം. കഴിയുന്നതും നിങ്ങളത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പൊ ഈ നോട്ട് കൈ കിട്ടിയതിന് ശേഷം ഷാജി പറഞ്ഞ വളരെ പെട്ടെന്ന് അവർക്ക് നോട്ട് കൊടുക്കണം. നോട്ട് കൊടുത്താൽ അവർക്കൊരു ഹോംവർക്ക് ഉണ്ട്. ആ ഹോംവർക്ക് അവര് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്യണം. അതെനിക്ക് തോന്നുന്നത് മിനി സിസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. അവരെല്ലാവരും കൂടി മിനി സിസ്റ്ററെ ഒരു സമയം കണ്ടെത്തി മിനി സിസ്റ്ററുടെ കയ്യിൽ അത് ഏൽപ്പിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് വായിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയാണ്. അതൊരു വിഷമഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തെ കുറിച്ചുള്ള ഏകദേശ ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഈ ഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയില്ല. അത് എന്തോ ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ട്. അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ? ക്ലിയർ ആവുന്നില്ല, ശബ്ദം ക്ലിയർ ആവുന്നില്ല. എന്തോ അവിടെ റേഞ്ചിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ സിസ്റ്റർ എന്താ കറക്റ്റ് മനസ്സിലാവുന്നില്ല. ഒന്ന് റേഞ്ച് കുറവാണെങ്കിൽ. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വംശാവലി പറഞ്ഞല്ലോ, പറഞ്ഞില്ല. നെറ്റ് കിടത്തിലോ അപ്പൊ വോയിസ് അയച്ചാൽ മതി കഴിഞ്ഞ ശേഷം. അത് അയച്ചിട്ടാൽ മതി. ഓക്കെ, നമുക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി എന്ന് ഞാൻ അത് നമ്മള് ഇതിന്റെ ഫുൾ ക്ലാസ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിന്റെ ഒരു പുറന്തോട് കൂടെ നമ്മൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത് നമുക്ക് പുറപ്പാട് പുസ്തകം. ഇന്ന് പഞ്ചഗ്രന്ഥങ്ങൾ മൊത്തം ഇന്ന് ക്ലിയർ ആക്കാൻ സാധിക്കും എന്ന് എനിക്ക് അറിയില്ല. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഒന്നാമത്തെ അധ്യായം മുതൽ അതിന്റെ അവസാനത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ യോസേഫിന്റെ കാലഘട്ടത്തോടു കൂടി ഉൽപ്പത്തി പുസ്തകം അവസാനിക്കുകയാണ്. പുറപ്പാട് പുസ്തകം നമ്മൾ നോക്കുമ്പോൾ യോസേഫിന്റെ
ആ ഒരു കാലഘട്ടത്തോടു കൂടെ പുറപ്പാട് പുസ്തകം തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനതയുടെ പ്രയാണങ്ങൾ, അവരുടെ ആരംഭത്തെക്കുറിച്ച്, അങ്ങനെ ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് തുടർന്നുള്ള പഠനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷെ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകും, ഉൽപ്പത്തി പുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അതിനകത്ത് വളരെ ഗൗരവമുള്ള മറ്റു പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. നമ്മള് ഇസ്രായേൽ ജനതയുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും അവർക്ക് ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിലയിരുത്തി പഠിക്കുമ്പോഴൊക്കെ അതിനകത്തുനിന്ന് പിന്നെയും നമുക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പൊ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ വളരെ ആധികാരികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ ജനതയ്ക്ക് ഒരു പ്രമാണം എഴുതി കൊടുത്തത് അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായത് പുറപ്പാട് പുസ്തകം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിലൂടെയാണ് അവർക്ക് ഒരു നിയമാവലി, ഒരു നിയമഗ്രന്ഥം അവർക്ക് ലഭിക്കുന്നത്. അത് ഏറ്റവും ആദ്യം അവർക്ക് ലഭിക്കുന്നത് 10 കൽപ്പനകളായിട്ടാണ്. അറിയാലോ, 10 കൽപ്പനകൾ, ദൈവം അവർക്ക് കൊടുക്കുന്ന 10 കൽപ്പനകൾ. അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ പുസ്തകത്തിന്റെ രൂപമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ അതിനെ തോറ എന്ന് പറയും, നിയമഗ്രന്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അതിനൊരു നിയമാവലി ആവശ്യമായിരുന്നു. ആ നിയമാവലി സൃഷ്ടിക്കുവാൻ വേണ്ടി ബുദ്ധിമാന്മാരായ ആളുകൾ അതിന്റെ പുറകിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിയമങ്ങളുടെ പഴുതുകളൊന്നും ദോഷമായിട്ട് സംഭവിക്കാൻ പാടില്ല. അപ്പോ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പനകൾ കൊടുത്തു എങ്കിലും അതുമായി ബന്ധപ്പെട്ട് മനുഷ്യർ സാമൂഹികമായ നിലവാരത്തിലും ആത്മീകമായ നിലവാരത്തിലും എങ്ങനെ അവർ മുന്നോട്ട് പോകണം, ഒരു നല്ല ജീവിതം അവർ നയിക്കുവാൻ വേണ്ടി അവർ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വലിയ നിയമ സംഹിതയാണ് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആദ്യം കാണുന്ന വളരെ വിശിഷ്ടമായ ഒരു സംഭവം. എല്ലാവരും അതിനൊരു വിശിഷ്ടമായിട്ട് കാണണമെന്ന് നിർബന്ധമില്ല. കാരണം പലർക്കും വിശിഷ്ടമായി കാണുന്നത് മോശയുടെ ഹിസ്റ്ററി, അതുപോലെ മോശയുടെ വളർച്ച, അതുപോലെ അന്നുണ്ടായ സംഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവർക്ക് നിയമ സംഹിത ദൈവം കൊടുത്തു എന്നുള്ളത്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ഒരു സാംസ്കാരിക നിലവാരത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം കൊടുത്ത ഒരു നിയമ പുസ്തകം നമുക്ക് അതിനകത്ത് കാണുവാൻ കൊണ്ട് സാധിക്കും. അതിനകത്ത് ഒരുപാട് നിയമങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ദൈവം കൊടുത്ത മറ്റൊരു സംഭവമാണ്, അവർക്ക് കൊടുത്ത മറ്റൊരു സംഭവമാണ് കനാൻ നാട്ടിൽ അവർക്ക് പകുത്തു കൊടുത്ത. അത് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ആ ഭൂപ്രദേശത്തിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. യോശുവ എങ്ങനെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് ആ ഭൂപ്രദേശങ്ങളൊക്കെ കൊടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ആ പ്രദേശങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതും അതിന്റെ ഇന്നിന്റെ പ്രസക്തി എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്താ പറയാ, നേരിട്ടുള്ള ഒരു പഠനമാണ് നമുക്ക് അതിലൂടെ ലഭിക്കേണ്ടത്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ സമാഗമന കൂടാരം, അങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ പുറപ്പാട് പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ഓക്കെ, ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിനകത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട സംഭവം, നമ്മൾ വളരെ കാര്യക്ഷമമായി പഠിക്കേണ്ട സംഭവങ്ങളാണ്, വിലയിരുത്തി പഠിക്കേണ്ട സംഭവങ്ങളാണ്. അവിടെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച്, അഥവാ സമാഗമന കൂടാരം അവർക്ക് കൊടുത്തപ്പോ അതിനകത്ത് എങ്ങനെ ശുശ്രൂഷിക്കണം, ആ ശുശ്രൂഷകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിനു വേണ്ടുന്ന മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. പഞ്ചഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ലേവ്യ പുസ്തകം എന്ന് പറയുന്നത് ആരാധനാ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ കൊടുത്തൊരു പുസ്തകമാണ് ലേവ്യ പുസ്തകം എന്ന് പറയുന്നത്. അതിനകത്ത് പൗരോഹിത്യത്തെ കുറിച്ചും അതുപോലെ തന്നെ ദൈവിക ആരാധനകളെ കുറിച്ചും ജനങ്ങൾ എങ്ങനെ ദൈവം മുമ്പാകെ നിൽക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത്യാദി വിഷയങ്ങളെ കുറിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനകത്താണ് യാഗങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഉത്സവങ്ങളെ കുറിച്ചും ഒക്കെ, യഹൂദന്മാരുടെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കൊടുത്ത ഉത്സവങ്ങളെ കുറിച്ച്, ശബത്തുകളെ കുറിച്ചും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആധികാരികമായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഏതാ ഒന്ന് പറയാവോ?
ആധികാരികമായിട്ട് പഠിക്കേണ്ട വിഷയങ്ങള് ലേവ്യ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ. പൗരോഹിത്യം, ശബത്ത്, ഉത്സവങ്ങള് തുടങ്ങിയ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ഒരു പുസ്തകമാണ് ലേവ്യ പുസ്തകം. സംഖ്യാ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരുടെ സൈന്യത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആൾബലത്തിന്റെ കണക്കുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ജനാവലികളെ കുറിച്ച്, അവരുടെ ശക്തിയെ കുറിച്ച്, അവരുടെ മറ്റ് വ്യത്യസ്തമായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ കാണുന്നതിനെ സാധിക്കും. ആവർത്തന പുസ്തകത്തിലേക്ക് ഞാൻ ഒറ്റ ഒഴുക്കിനങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, ആവർത്തന പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ഒരു തനി ആവർത്തനം തന്നെയാണ് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, സംഖ്യാ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള്, ഇതിന്റെയൊക്കെ ഒരു തനി ആവർത്തന പുസ്തകത്തിൽ നമുക്ക് മോശയുടെ പ്രസംഗങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോ ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ എഴുത്തുകാരൻ ആരാണെന്ന് ആർക്കെങ്കിലും പറയാവോ? മോശയാണ് അത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, മോശ അത് എങ്ങനെ എഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അദ്ദേഹത്തിന് കൊടുത്ത അരുളപ്പാടുകളും വെളിപ്പാടുകളുമാണ് താൻ പുസ്തകമായിട്ട് എഴുതി വെച്ചത്, അല്ലെങ്കിൽ ആ ഒരു രേഖയായിട്ട് നിലനിൽക്കുന്നത്. അതിന്റെ പ്രത്യേകത അർദ്ധസംഖ്യക്ക് ഇടയില്ലാതെ തന്നെ അതിനകത്ത് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യാതൊരു തരത്തിലും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന്റെ പുരോഗതി ഇത്രയും വളർന്നു നിൽക്കുമ്പോഴും ശാസ്ത്രത്തെക്കാൾ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ശാസ്ത്രം അതിനെ പ്രൂവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർ നേരെ തിരിച്ചു വാദിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രം ബൈബിളിനെ പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ സ്ഥിരീകരിക്കുന്നു, അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവർക്ക് അത്രേ പറ്റുള്ളൂ. കാരണം അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് സാധ്യമല്ല. അതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ തുടക്കത്തിൽ കാണുന്ന ഏറ്റവും ആദ്യത്തെ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന്റെ ആധികാരികത എന്ന് പറയുന്നത്. അതിനെ തിരുത്തുവാനോ അതിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുവാനോ ഒരു വ്യക്തികൾക്ക് സാധ്യമല്ല. അത്രമാത്രം ഫൈനാണ് ആ സംഭവം, ആധികാരികത എന്ന് പറയുന്നത്. അപ്പൊ ഞാനും നിങ്ങളും വിശുദ്ധ ബൈബിളിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി മനസ്സ് വെച്ചത് തന്നെ ഒരു വലിയ കാര്യമാണെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ ഒരു പോർഷൻ നിങ്ങളോട് എടുക്കാൻ തുടക്കത്തിൽ പറയുവാനുള്ള കാരണം, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഇത് കൊച്ചുകുട്ടികൾ പഠിക്കേണ്ടതല്ല, കൊച്ചുകുട്ടികളെയും നമുക്കത് പഠിപ്പിക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി സ്വയം നമ്മൾ അതിനകത്തു നിന്ന് ചില പാഠങ്ങൾ പഠിക്കണം. എന്തൊക്കെയാ? യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ദാനിയേൽ പ്രവചനത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ വായിച്ചു, നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങൾ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക, അനേകർ അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. വിശുദ്ധ ബൈബിളിന്റെ ഒരു പ്രത്യേകതയാണ്. നോക്കിക്കേ, ഈ പഞ്ചഗ്രന്ഥങ്ങളെ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന്റെ സൈഡ് വശത്ത് കൂടെ ഒന്ന് പോയതേ ഉള്ളൂ. എത്രമാത്രം കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ പിൻബലം കൂടെ നമുക്ക് അതിന് ആവശ്യമായിട്ട് വരുമ്പോൾ ഏതെല്ലാം മേഖലകളിലൂടെ നമുക്ക് പോകേണ്ടി വരുന്നു. അതിന്റെ ഭൂമിശാസ്ത്രമായ വശങ്ങളെ കുറിച്ചും അതിന്റെ മറ്റ് ശാസ്ത്രീയമായ വശങ്ങളെ കുറിച്ചും ഒക്കെ, പുരാവസ്തു ഗവേഷണത്തെ കുറിച്ചും മറ്റ് ഇതര സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകുവാൻ. അതില്ലാതെ നമുക്ക് തെറ്റിദ്ധാരണകൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്, തെറ്റിപ്പോകാൻ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ബൈബിളിനെ ഒരു നിസ്സാരമായ നിലവാരത്തിൽ പഠിക്കാമെന്ന് ആരും കരുതണ്ട. ബൈബിളിനെ ഒരു നിസ്സാരമായ നിലവാരത്തിൽ പഠിക്കാമെന്ന് ആരും കരുതണ്ട. അത്രമാത്രം ഹൈ ലെവലിൽ നമ്മൾ പഠിക്കേണ്ടത്. ഏത് ഗ്രന്ഥത്തെക്കാട്ടിലും അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകൾ നമുക്ക് പഠിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പഠിക്കുന്ന വ്യക്തികളൊക്കെയും സംഗീതത്തിൽ നിന്ന് നമ്മൾ വായിച്ചതുപോലെ അത് നമ്മുടെ ജ്ഞാനത്തിന്റെ ആരംഭമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യാണ്.
പക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇവർക്ക് നോട്ട് കൊടുക്കുക മാത്രമല്ല, നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലെ ഒരു ഏകദേശം 7, 8, 9 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഒന്ന്, ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ ആരാണ്, അത് ആർക്കാണ് എഴുതിയത്, എന്തിനു വേണ്ടി എഴുതി, എവിടെ വെച്ച് എഴുതി, അത് എഴുതുവാൻ വേണ്ടി എടുത്ത കാലഘട്ടം ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് എന്റെ ഊഴം വരുന്നത് വരെ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഓക്കെ ബ്രദർ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? താങ്ക് യു. ഇപ്പൊ ക്ലിയർ ആയല്ലോ? നന്നായിട്ട് നല്ല വിശദമായിട്ട് തന്നെ ക്ലാസ് എടുത്തു. നമ്മൾ വിചാരിച്ചതുപോലെ ബൈബിൾ പഠനം ഈസി അല്ല എന്ന് മനസ്സിലായി. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വായിച്ചു വിട്ട ഭാഗങ്ങളല്ലേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗത്തു നിന്നാണ് ഇപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ വിശദമായിട്ട് തന്നെ ക്ലാസ് എടുത്തു. എന്നാലും അവസാനമായപ്പോ ഇത്തിരി സ്പീഡ് കൂടിയോ എന്നൊരു സംശയം ഉണ്ട്. കുറച്ച് ഡൗട്ടൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി സ്പീഡ് കൂടാതെ പറ്റില്ല എന്നുള്ളതാണ്. കാരണം 2 സബ്ജക്ട് കവർ ചെയ്യണം നമുക്ക്. ഇനിയിപ്പോ നോട്ട്സും കൂടെ കിട്ടുമ്പോ നമുക്കത് ഓക്കെ ആക്കാം അല്ലെ? ക്ലിയർ ആവും. നോട്ട്സ് ഞാൻ 2 ഫുള്ളിന് PDF ആക്കി തരാം കേട്ടോ. ഓക്കെ. ഇതില് നമ്മുടെ മറ്റു സ്റ്റുഡൻസിന്റെ കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട്. കാരണം ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്റ്റൈലുകളെ കുറിച്ചൊന്നുകൂടെ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത്. മറ്റു സ്റ്റുഡൻസിന്റെ കൂടെ ഒരു അഭിപ്രായം. അതിന്റെ ഇടയിൽ ഒരു നോട്ട് വേണമെന്ന് പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇത് എഴുതിയിട്ട് കിട്ടും നോട്ട്. അതെ, അത് നോട്ടല്ല, എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ എഴുതിയ ആണോ? അത് ഇതുവരെ കഴിഞ്ഞ മൊത്തം ക്ലാസിന്റെ ആണോ? ഈ നിങ്ങൾക്ക് മൊത്തം നോട്ട് കിട്ടുന്നതിന്റെ മൊത്തം 66 പുസ്തകങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ ഡീറ്റെയിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ഹാൻഡ് ബുക്ക് ആയിട്ട് വെക്കേണ്ട ഒരു സംഭവമാണ്. അത് നോട്ട് കിട്ടിയിട്ട് തന്നാ മതിയോ? റിപ്പോർട്ട് എഴുതിയാ മതിയോ? മതി, തിരക്കില്ല. നമ്മുടെ ഈ സബ്ജക്ട് കഴിയുമ്പോൾ എനിക്ക് അത് സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേറെ ആർക്കും അഭിപ്രായം ഒന്നും പറയാനില്ലേ? സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും അഭിപ്രായം ഒന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊന്ന് പറ ആരെങ്കിലും. ഉണ്ണിമോളെ. പ്രൈസ് ദി ലോർഡ്. ക്ലാസ് വളരെ നല്ലതായിരുന്നു. അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റി. പ്രത്യേകിച്ചും ഹിസ്റ്ററി ഒന്നും എനിക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമാണ്, ബൈബിളിലെ ഹിസ്റ്ററി ഉള്ള കാര്യങ്ങള്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നല്ലൊരു നല്ലൊരു അറിവാണെന്ന് കിട്ടിയത്. അപ്പൊ താങ്ക് യു സർ. നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവസാനം സ്പീഡ് കൂടി എന്നുള്ളൊരു കാര്യം അത് കുറച്ച് മനസ്സിലാക്കുവാറുണ്ട്. താങ്ക് യു. കൂടുതൽ ഡീറ്റെയിൽ തരാൻ ശ്രമിക്കാം. ഓക്കെ. ശരി, നന്ദി. നിങ്ങളുടെ പ്രകടനത്തിന് നന്ദി, പ്രതികരണത്തിന് നന്ദി. അവസാനിപ്പിക്കല്ലേ? ആരോട് പറയും? ബാബു ബ്രദറെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കല്ലേ? ഓക്കെ. മാഷുണ്ടായിരുന്നോ? മാഷിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കല്ലേ? ഓക്കെ, അവസാനിപ്പിക്കും. സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ രാത്രിയിലും കർത്താവെ അവിടെ സന്നിധിയിലായിരുന്നു അവിടുത്തെ വചനം പഠിക്കുന്നതിന് കർത്താവ് ഞങ്ങൾക്ക് വന്നിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദാസനെ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ കർത്താവെ. ഹല്ലേലൂയ. അനുഗ്രഹമായിട്ട് കർത്താവെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് ക്ലാസ് എടുക്കുക കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. യഹോവ ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾക്കൊക്കെ കർത്താവെ അവിടുത്തെ വചനത്തെ കർത്താവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവെ അവിടുന്ന് ബലപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലുദിയായുടെ ഹൃദയം തുറന്ന് കർത്താവെ ലുദിയയ്ക്ക് വചനം കൊടുത്തതുപോലെ കർത്താവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെതായിട്ടുള്ള ശക്തി കർത്താവെ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ചാൽ മാത്രമേ കർത്താവെ അത് സാധ്യമാകുകയുള്ളൂ എന്ന് കർത്താവെ ഞങ്ങൾ അറിയുന്നു. കർത്താവെ പൂർണ്ണമായിട്ട് കർത്താവെ സാംശീകരിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ്സിൽ കർത്താവെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും കർത്താവ് അവിടുത്തെ കാര്യത്തിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സുകളിലും കർത്താവെ അനുഗ്രഹമായിരിക്കാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും ഞങ്ങളിന്ന് പഠിച്ച എല്ലാ വിഷയത്തിന്മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഇന്നും എന്നേക്കിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നാമത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓക്കേ.